കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അപ്പോൾ ആദ്യം സിനിമേനെ പറ്റി പറയുന്നതിന് മുന്നേ എനിക്കുണ്ടായ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ട്. അതിനെപ്പറ്റി ആദ്യം പറയാം, എന്നിട്ട് സിനിമേനെ പറ്റി പറയാം. ഞാൻ ഡിഗ്രി പഠിച്ചത് ബാംഗ്ലൂരാണ്. അപ്പം എൻ്റെ ക്ലാസ്സിൽ മലയാളികളൊന്നും ഇല്ലായിരുന്നു. ഒരു മലയാളി ബോയ് ഉണ്ടായിരുന്നു, മലയാളി ഗേൾസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നത് നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ജാർഖണ്ഡ്, ബീഹാർ, റാഞ്ചി, കൊൽക്കത്ത ആ ഏരിയയിൽ നിന്നൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മലയാളി ആയതുകൊണ്ട് മലയാളി എന്നുള്ള ഒരു രീതിയിൽ ഇവരെന്നോട് സംസാരിക്കുമ്പം എനിക്ക് പലപ്പോഴും ഇവരെന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, നീ കേരളത്തിൽ നിന്നല്ലേ, കേരളം 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് അല്ലേ എന്ന് ചോദിക്കും. അതെ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവർ ചോദിക്കുക എന്നോട്, നിങ്ങൾ കേരളത്തിലെ ഗേൾസ് ഒക്കെ ഭയങ്കര ഇന്നസെന്റ് അല്ലേ, നിങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ, ബേസിക്കലി നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്താ നടക്കുന്നതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ എന്ന് പലപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാനൊന്നും മിണ്ടാറില്ല. നമ്മൾ എന്ത് പറയാനാണ് ഇങ്ങനെയുള്ള ആൾക്കാരോട്. അതുപോലെ വരുന്ന കോമൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നിങ്ങൾ കേരളത്തിൽ എപ്പോഴും തേങ്ങയുള്ള ഭക്ഷണങ്ങളല്ലേ കഴിക്കാറ്, നിങ്ങളുടെ എല്ലാ ഫുഡിലും തേങ്ങയില്ലേ, അതുപോലെ നിങ്ങൾ കേരളം ഒരു കാട് പോലത്തെ സ്ഥലമല്ലേ, മുഴുവൻ ഇങ്ങനെ പച്ചപ്പും ഹരിതാഭയും മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ നമ്മൾ കൊച്ചിയുടെയൊക്കെ ബിൽഡിങ്സിന്റെ ഒക്കെ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ ഇതിൽ ചിലർ ചോദിക്കുമായിരുന്നു, ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടോ, അവിടെ സാധാരണ കുറേ മരങ്ങളുടെ ഉള്ളിൽ ഉള്ള വീടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇടവഴി മൊത്തം മരങ്ങൾ നിറഞ്ഞ് കാട് പോലത്തെ ഒരു പ്രദേശമല്ലേ, ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്നല്ലേ നിങ്ങളൊക്കെ വരുന്നേ, എന്ന് വെച്ചാൽ ഇവിടെയല്ലേ നിന്റെ വീട്, നീ ഇങ്ങനെയുള്ള സ്ഥലത്തല്ലേ താമസിക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കാറ്. ഇവര് ഉദ്ദേശിക്കുന്നത് ഇതിൽ റാഞ്ചിന്ന് ലിറ്ററലി നടന്നൊരു കാര്യമാണ്. എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്, നടന്നൊരു കാര്യമാണ്. ഇതിൽ റാഞ്ചി എന്നുള്ള ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ ആദിവാസികളെ കൂട്ടല്ലേ താമസിക്കുന്നതെന്നാണ്, ഒന്നും പുറം ലോകമായിട്ടൊരു ബന്ധമില്ലാതെ അങ്ങനെയുള്ള ഒരു ഇതല്ല. അപ്പം ഒരു തവണ എൻ്റെ ഫോണിൽ ഞാനൊരു ഇംഗ്ലീഷ് പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, എമിനമിൻ്റെ ഒരു റാപ്പ് പാട്ട് ഞാൻ വെറുതെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇവള് വന്നിട്ട് ചോദിച്ചു, നീ ഇതൊക്കെ കേൾക്കുവോ, ഇങ്ങനത്തെയൊക്കെ കേൾക്കുവോ. അതുപോലെ സിനിമേനെ പറ്റിയാണെങ്കിൽ ഇവർക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ ഇവർ ആദ്യം പറയുന്നത് നമ്മുടെ ബാലയ്യയുടെയൊക്കെ സിനിമകൾ അവർ പറയും, നിങ്ങൾ ട്രെയിൻ നിർത്തുന്ന ആൾക്കാരല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ബസ് എടുത്ത് എറിയുന്ന ആൾക്കാരല്ലേ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ കേരള സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ആ കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. അതായത് ഒരു കൂട്ട ആൾക്കാർ, കേരളം എന്താണെന്നറിയാത്ത ഒരു കൂട്ട ആൾക്കാർ എടുത്തു വെച്ച കേരളത്തിനെ പറ്റിയുള്ള ഒരു സിനിമയാണ് കേരള സ്റ്റോറി. ഭയങ്കര വിഷമം തോന്നി. എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരു സാധനം, ഒരു സംസ്ഥാനത്തിനെ പറ്റി ബേസിക് ആയിട്ട് അവിടുത്തെ പെൺകുട്ടികളുടെ സംസാര ശൈലി, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം, അവരുടെ നിഷ്കളങ്കത, എന്താ പറയാ, ഒരു ഐഡിയ ഇല്ലാണ്ട് ബേസിക്കലി ഒരു സിനിമ എടുത്തു വെക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റോറി പോലത്തെ ഒരു സിനിമയാണ്. ഇതിൽ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ഇങ്ങനെ ഇത്രയും റോങ് ആയിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഇത്രയും റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിന്റെ ഒരു ബണ്ടിൽ കൊടുക്കുന്ന ഈ സിനിമ ഇത്രയും കളക്ഷൻ നേടി അത് എന്താ പറയാ, അത് അത്രയും ആൾക്കാരുടെ ഇടയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് ഒരു മോബ് മെന്റാലിറ്റി എന്താണോ ഉദ്ദേശിക്കുന്നത് ആ സാധനം അവർക്ക് കിട്ടി, അത് അവർ സക്സസ്ഫുൾ ആക്കി, അതിനെ സപ്പോർട്ട് ചെയ്തുള്ള കമന്റ്സ് വരുന്നു എന്നുള്ളതാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം 2024 സ്റ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സിസ്റ്റിംഗ് ആണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര നമ്മൾ പേടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം കേരള സ്റ്റോറിയെ പറ്റി പറയാനാണെങ്കിൽ എന്ത് പറയാനാണ്, നമ്മുടെ നാട്ടിൽ എന്തോരം നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കേസ് ഉണ്ടായി എന്നുള്ളത് ശരിയാണ്, നമ്മൾ വാർത്തയിലൊക്കെ കണ്ടു. ഇങ്ങനെ 2-3 കേസുകൾ അല്ലെങ്കിൽ ഹസാറോം കേസുകളൊന്നും എന്തായാലും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല. എൻ്റെ അറിവിൽ വാർത്തകളിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് നമ്മുടെ കേരളം ഇതല്ലല്ലോ കേരളത്തിന്റെ സ്റ്റോറി. മലയാളം പോലും മര്യാദയ്ക്ക് പറയാൻ പറ്റാത്ത ഒരു ഹീറോയിൻ, ഹിന്ദി മാത്രം കേരളത്തിൽ സംസാരിക്കുന്ന ഒരു സിനിമ, അത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പേരിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയാ, ഒട്ടും ഹാപ്പി അല്ലാണ്ടാക്കിയ, വളരെ എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തിയ കുറെ ഓർമ്മകൾ തന്ന കുറെ എക്സ്പീരിയൻസസ് ആയിരുന്നു എനിക്ക് കേരള സ്റ്റോറി കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത്. നമ്മൾ പറയും ഇന്ത്യ എല്ലാം ഒന്നാണ്, നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും നമ്മളെ മദ്രാസികൾ എന്ന് വിളിക്കുന്ന ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ കേരളം എന്താണെന്ന് അറിയാതെ ഒരു പ്രൊപ്പഗാൻഡ കൊടുത്തുണ്ടാക്കിയ ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെയാണ്. എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു ഇതാണ്. വെച്ചാൽ നമ്മൾ എത്രമാത്രം
മതസൗഹാർദ്ദമായിട്ട് അല്ലെങ്കിൽ എത്രമാത്രം ഈ നമ്മൾ ഫ്ലഡിന്റെ സമയത്താണേലും കോവിഡിന്റെ സമയത്താണേലും നമ്മൾ എന്തോരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ. അതുപോലെ വിദ്യാഭ്യാസമാണെങ്കിലും പല ഡ്രോബാക്സ് ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. മലയാളികൾക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉള്ള മനുഷ്യന്മാരാണ്, നമ്മൾക്ക് നെഗറ്റീവ്സ് ഉള്ളവരാണ്, നമ്മൾ മനുഷ്യരാണ്. നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അതിനൊക്കെ കവച്ച് വെച്ച് പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റി ഉള്ള നമ്മൾ ഇത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു മൂവി എടുത്ത് ജനറലൈസ് ചെയ്യുമ്പോൾ അത് ശരിക്കും അതൊരു എന്താ പറയുക, ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിവേ, സിനിമയെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സ്ഥിരം കേട്ട് പഴകിയ ഒരു സൗത്ത് ഇന്ത്യൻ ക്ലീഷയിൽ സിനിമ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറെ പേരെ ഒരു കുറച്ച് ടാർഗറ്റിംഗ് ഒക്കെ ആയിട്ട് സിനിമ പോയി. വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ട് തന്നെ സിനിമ പോയി. അത് കഴിഞ്ഞ് സിനിമ എൻഡ് ചെയ്തു. കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. ഡിസപ്പോയിന്റിങ് ആയിരുന്നു. ഇങ്ങനത്തെ സിനിമകൾ വരാതിരിക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. മെസ്സേജസ് കൊടുക്കുന്ന സിനിമകൾ ഉണ്ടാവണം, പക്ഷേ റോങ് മെസ്സേജസ് കൊടുക്കുന്ന സിനിമകൾ ഒരിക്കലും വരരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നുവെച്ചാൽ ഒരു റോങ് മെസ്സേജ് ഒരാളിലേക്കല്ലല്ലോ എത്തുന്നത്, ഇതൊരു ഗ്രൂപ്പ് ആൾക്കാരിലേക്കാണ് ഈ റോങ് മെസ്സേജ് എത്തുന്നത്. ആൻഡ് അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നോട്ട് ഗുഡ്. ഒന്നും പറയാനില്ല. സോ അതാണ് എനിക്ക് കേരള സ്റ്റോറിനെ പറ്റി പറയാനുള്ളത്. കേരള സ്റ്റോറി സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ സിനിമയുടെ പാട്ടോ അല്ലെ അഭിനയത്തിനെ കുറിച്ചൊക്കെ പറയാം. പിന്നെ സിനിമയിലെ ആക്ടേഴ്സിന്റെ അഭിനയം, ആക്ടിങ് നല്ലതായിരുന്നു. മലയാളികളല്ലാത്ത കുറച്ച് ആൾക്കാരൊന്നും മലയാളം പറഞ്ഞിട്ട് പോകണ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ഒരു വീട്ടിൽ ഹിന്ദി സംസാരിക്കുന്ന കണ്ടു. ഞാനൊക്കെ +2 ഹിന്ദി പരീക്ഷയൊക്കെ എഴുതിയത് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദി ആക്കിയിട്ടാണ്. അങ്ങനെയുള്ള എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇത്രയും ഗ്രൂപ്പ് ഓഫ് മലയാളികളുടെ ഇടയിൽ ഇത്രയും വീടുകളിൽ ഹിന്ദി സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടു. പിന്നെ അങ്ങനെ എന്തൊക്കെയോ മെസ്സേജുകൾ കൊടുത്ത് ആ സിനിമ ഡെവലപ്പ് ചെയ്തു പോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹീറോയിനെ കണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയാ, വൈ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്ക് അത്ര എനിക്ക് തോന്നിയുള്ളൂ. ആക്ടിങ് വൈസ് ആണെങ്കിൽ ഒക്കെ ആയിരുന്നു. പിന്നെ ആകെയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചെറിയൊരു പാർട്ടിന്റെ മനോഹാരിത സിനിമാറ്റോഗ്രാഫിയിൽ ഫസ്റ്റ് കുറച്ചുണ്ടായിരുന്നു. അത് പക്ഷെ അതും ഒരു പ്രശ്നമാണ്. കാരണം അത്രയേ ഉള്ളൂ കേരളം എന്നാണ് ഇപ്പോഴും പലരുടെയും മനസ്സിലിരിപ്പ്. നമ്മുടെ ഡെവലപ്മെന്റ്സ് ഒന്നും നോർത്ത് ഇന്ത്യൻസിന് ഭൂരിഭാഗം പേർക്കും അറിയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നോട് സംസാരിച്ച ആളുകളൊക്കെ നിങ്ങളൊക്കെ ഇപ്പോഴും കാട്ടിലല്ലേ താമസിക്കുന്നതെന്ന് ഡയറക്റ്റ് ചോദിച്ച ആൾക്കാരെ എനിക്കറിയാം. അപ്പം ഇതാണ് എനിക്ക് കേരള സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ കമന്റ്സ് ആണ്. അപ്പം ഭയങ്കര വിഷമത്തോടെ സിനിമ കണ്ട് കുറച്ചായപ്പോഴത്തേനും പെട്ടെന്ന് ഇതൊക്കെ ഓർത്തു. ഭയങ്കര വിഷമത്തോടെ എൻഡ് ചെയ്ത ഒരു സിനിമയായിരുന്നു കേരള സ്റ്റോറി. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോങ് മെസ്സേജുകൾ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് ആളുകളിലേക്ക് റോങ് ആയിട്ട് തന്നെ എത്തും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റോങ് മെസ്സേജ് കൊടുക്കാത്ത സിനിമകൾ ഇറങ്ങട്ടെ. സിനിമ പോലെ വന്ന് എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ റൈറ്റ് മെസ്സേജോ അല്ലെങ്കിൽ റോങ് മെസ്സേജ് ആണെങ്കിലും അതൊരു ജനറലൈസ് ചെയ്ത് കൊടുക്കാത്ത ഒരു പ്ലാറ്റ്ഫോം ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.